വെൽക്കം ബാക്ക് ടു മൊമെന്റ്സ് വെയർ ഐ ലീവ്. നമ്മുടെ ബുക്ക് പ്രോവോക്കിംഗ് തോട്ട് സീരീസിലെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായി രവീന്ദ്ര സിംഗിൻ്റെ യുവർ ഡ്രീംസ് ആർ മൈ നൗ എന്ന ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള മറ്റൊരു തോട്ട്. നോട്ട് ഡിനൈയിങ് സംതിങ് ഡസൻറ്റ് മീൻ എഗ്രീയിങ് വിത്ത് ദ തിങ്. ഇറ്റ് സിംപ്ലി മീൻസ് നോട്ട് ഡിനൈയിങ് ഇറ്റ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു ഐഡിയ ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം നിഷേധിക്കുന്നില്ല, അതിനർത്ഥം ഒരിക്കലും ആ കാര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നല്ല. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ മനസ്സിലാവും കുറച്ചും കൂടി സിമ്പിളായിട്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനൊരു മൊമെൻറ്റ് എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് വേണ്ട അപേക്ഷിക്കുന്ന സമയത്തോ, അതോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലൊക്കെ നെഗറ്റീവുകളിൽ നിന്ന് പൊതുവെ പറയാറുള്ളവരുണ്ടല്ലോ. അതായത് നീ ചെയ്താൽ ശരിയായിട്ട്, നീ എക്സാമിന് എന്തായാലും നീ പാസ്സാകാൻ പോകുന്നില്ല, വെറുതെ ഇരുന്ന് പഠിക്കാനുള്ളൂ, ആ ജോലി നിനക്ക് കിട്ടാൻ പോകുന്നില്ല, വെറുതെ നീ അതിൻ്റെ പുറകെ അന്വേഷിച്ച് നടക്കുന്നുള്ളൂ, ആ റിലേഷൻഷിപ്പ് ഒന്നും സക്സസ് ആകാൻ പോകുന്നില്ല, അതൊക്കെ വെറുതെയാണ്, നിന്റെ സമയം കളയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെഗറ്റീവ് അടിക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ ഒരു സമയം വരെ ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അങ്ങനെയല്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ എക്സാം ഞാൻ എന്തായാലും പാസ്സാവും, ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ആ ജോലി എന്തായാലും കിട്ടും, കാരണം ഞാൻ ഇത്രയും പ്രിപ്പയർഡ് ആണ്, അത് വേണ്ടിയിട്ട് ആ റിലേഷൻഷിപ്പിൽ ഞാൻ എനിക്ക് ഉറപ്പുണ്ട്, സക്സസ് ആവും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സമയം വരെ നമ്മൾ പറയും. ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ തന്നെ പറച്ചിൽ നിർത്തും. ഒരുപാട് പഴയ ചിന്താഗതികളായിട്ട് ജീവിക്കുന്നവർക്കാണ് ഈ പ്രശ്നം പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരാളെ കാണുന്നതെന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ നമ്മുടെ വകയിലെ അമ്മയോ അമ്മയോ അങ്ങനെയാണെങ്കിലും ഓക്കെ, അവരുടെ അടുത്ത് നമ്മളിങ്ങനെ പറയുകയാണ്, നമ്മളിങ്ങനെ എൻ്റെ ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് കൊടുക്കുന്നതാണ്. ഉടനെ അവർ പറയുകയാണ്, ഈ പറഞ്ഞ നെഗറ്റീവ് കമൻറ്റ്സ് അവർ പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അങ്ങനെയല്ല, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാനിതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാം ഞാൻ എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു സഹോദരിയുടെ ചിലപ്പോൾ കേട്ടതിരിക്കും. ഒരു പക്ഷേ ആദ്യത്തെ തവണ തന്നെ നമ്മളുടെ അടുത്ത് വീണ്ടും നെഗറ്റീവ് അടിച്ചെന്നിരിക്കും നമ്മൾ പറയുന്ന കാര്യത്തിൽ. ഓക്കെ പോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3-4 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മളെ കാണുന്നു, ഇതേ ചോദ്യം ചോദിക്കുന്നു, വീണ്ടും നമ്മൾ തന്നെ മറുപടി പറയുന്നു. സോ അങ്ങനെ ഒരു 3-4 വട്ടമാകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കത്തൂല. അതായത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരവസ്ഥയിലേക്ക്, ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ സോ ആയിട്ട് നമ്മൾ പിന്നെ എന്താ പ്രതികരിക്കാതിരിക്കുന്നു. അപ്പോൾ നമ്മളെ ഈ 4-5 വട്ടം കണ്ടു സമയത്തല്ലേ നമ്മളിത് പറഞ്ഞു, 6ാമത്തെ വട്ടം തൊട്ട് നമ്മൾ പറയുന്നില്ല. നമ്മൾ എന്നാൽ ഇവർ പറയട്ടെ, എനിക്ക് കാണിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഇനി പറഞ്ഞ് അവരെ ധരിപ്പിക്കുന്നില്ല എന്നൊരു ലെവലിലേക്ക് വന്നു വിചാരിച്ചോ. 7ാമത്തെ വട്ടം നമ്മൾ കാണുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ഇതേ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. 8ാമത്തെ വട്ടം കാണുന്നു, 10ാമത്തെ വട്ടം കാണുന്നു. അപ്പോഴെല്ലാം നമ്മൾ ഈ പറയുന്ന ഒരു മേ ബി ഒരു പ്രോഗ്രസ്സിൽ നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ അപ്പോഴും സ്ട്രഗ്ലിംഗ് ഫേസിലാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഇവർ ചോദിക്കുന്ന മറുപടി ഒന്നും നമ്മൾ കൊടുക്കാതാവുന്നു. അങ്ങനെ കൊടുക്കാതാകുമ്പോഴത്തേനും ഇവരെങ്ങനെ സർട്ടിഫൈ ചെയ്യുന്നു, അത് നടക്കാൻ പോകുന്നില്ല. ഇത്രയും നാൾ ചോദിച്ചപ്പോൾ അവൾക്ക് അല്ലെങ്കിൽ അവന് മറുപടിയെങ്കിലും ഉണ്ടായിരുന്നു, ഇങ്ങനെയാണ്, അത് ചെയ്യുന്നുണ്ട്, ഇത് വർക്കുണ്ട്, അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ അതുപോലും ഇല്ല. അതിനർത്ഥം അതൊക്കെ ഉപേക്ഷിച്ച് ഇനി അതൊന്നും ഒരിക്കലും ആളുടെ ലൈഫിൽ സക്സസ് ആകാൻ പോകുന്നില്ല. ഇപ്പോൾ ആ ജോലിയാണെങ്കിൽ ആ ജോലിയിൽ കിട്ടാൻ പോകുന്നില്ല, ആ പരീക്ഷയ്ക്ക് ജയിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ സക്സസ് ആകാൻ പോകുന്നില്ല. അങ്ങനെ അവർ തന്നെ അത് സർട്ടിഫൈ ചെയ്യും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അത് സക്സസ് ആവില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം നടക്കത്തില്ല എന്നുള്ള രീതിയിൽ. ഓരോ ചെറിയ വിജയങ്ങളിലും കുട്ടിയൊഴിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതായത് ഇവരിൽ നിന്ന് ഒരു സമയം വരെ ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണല്ലോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കേൾക്കേണ്ടി വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു വർഷം സക്സസ്സിലെത്തിന്നിരിക്കുക. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഇവർ നമ്മൾ കാണുകയാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇവർ ഈ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു ഇൻസൾട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് സൈലൻ്റ് ആയിട്ട് തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സൈലൻ്റ്ലി വർക്ക് ചെയ്തിട്ട് ആ ഒരു സക്സസ് കിട്ടി സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സൈലൻറ്റ് വർക്ക് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നില്ല എന്നൊരു അവസ്ഥയിലാണ് ആ സമയത്തുള്ളത്. ഇവർ ഈ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇവരുടെ അടുത്ത് പ്രതികരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്, ഇവർ പിന്നെ അതിന് മറുപടി തരാൻ പോകുക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത സ്റ്റേജ് എന്താണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഊഹിക്കാം. കാരണം കാലം അത്രയും നമ്മൾ അനുഭവിച്ചാണ്. അതുകൊണ്ട് നമ്മൾ സൈലൻ്റ് ആകുന്നു. പക്ഷെ നമ്മളവിടെ നിഷേധിക്കുന്നില്ല. ഇങ്ങനെ നിഷേധിക്കാതിരിക്കുന്നത് ഒരിക്കലും നമ്മളതിനെ എഗ്രി ചെയ്യുന്ന പോലെ. ചിലർ ഓക്കെ മേ ബി ഭയങ്കരമായിട്ട് മെൻ്റലി ടോർച്ചർ ചെയ്ത് അവസാനം അതിൽ ഗിവപ്പ് ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരെയല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വീണ്ടും ഫൈറ്റ് ചെയ്ത് അത് നേടിയെടുക്കുന്നവരെയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് അങ്ങനെ അവർ നിഷേധിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന കമൻസ് ഒന്നും കേട്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നു, അവർക്ക് തന്നെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ചാൻസ് കൊടുക്കുന്നു. അങ്ങനെ ഒരു മൊമെൻറ്റിൽ നിന്നിട്ട് ഞാൻ ഇവർ ഈ പറയുന്ന പോലെ ഒരു തോൽവിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെ ഒരു ജോലി കിട്ടാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, റിലേഷൻഷിപ്പിൽ ഒരു അൺസക്സസ്ഫുൾ ആയിട്ട് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണ്. വർക്ക് ചെയ്ത് ആ ഒരു എന്താ പറയുക അച്ചീവ്മെൻറ്റിൽ നമ്മൾ എത്തുന്നൊരു മൊമെൻറ്റ്, ഈ ഒരു പ്രോസസ്സിലാണ് ആ തോട്ട് ശരിക്കും കണക്റ്റ് ആവുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ പറയും നമ്മൾ നിഷേധിക്കുന്നില്ല, നമ്മൾ ആ പറഞ്ഞ കമൻസിനെ എഗ്രി ചെയ്ത് ഓക്കെ ഞാൻ തോൽവിയാണ്, ഇനി ഞാൻ പഠിക്കില്ല, എൻ്റെ ജീവിതം ഞാൻ നിർത്തി എന്ന് പറഞ്ഞ് എഗ്രി ചെയ്യുന്നില്ല. വീണ്ടും നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്ത് ദെൻ അവരുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ സക്സസ് കാണുന്നതൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ നമ്മളൊരിക്കലും ഒരു കാര്യത്തെ നിഷേധിക്കുന്നില്ല എന്നതുകൊണ്ട് അതിനുമായിട്ട് നമ്മൾ സമ്മതിച്ചെന്നോ അല്ലെങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നുണ്ടെന്നോ അർത്ഥമില്ല. നമ്മളത് നിഷേധിക്കുന്നില്ല, അത്രേ ഉള്ളൂ.